ഹായ് ചങ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ചാനൽ ആഡി വ്ളോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഇത് പലർക്കും അറിയുന്നതാവും, അറിയുന്നവർ അറിയാത്തവർക്ക് ഷെയർ ചെയ്യുക. നമ്മളൊരു യാത്ര പോകുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി, പ്രത്യേകിച്ച് ട്രെയിനിൽ. പലപ്പോഴും അത് വെയിറ്റിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ തത്കാലോ ആവും. അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാനിവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ടാവും മേക്ക് മൈ ട്രിപ്പ് എന്ന ആപ്പിനെ പറ്റി. അത് ആപ്പ് സ്റ്റോറിൽ ഗൂഗിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മേക്ക് മൈ ട്രിപ്പ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ 4ാമത്തെ കോളത്തിൽ ട്രെയിൻ ഓർ ബസ് എന്ന ഓപ്ഷൻ കാണാം. അത് ട്രെയിൻ ഓർ ബസ് എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ബുക്ക് ട്രെയിൻ ടിക്കറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്ന് ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക, വ്യക്തമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് പോകേണ്ടത് കൊച്ചി എന്നാണ്. ഞാൻ കൊച്ചി ടൈപ്പ് ചെയ്തു. പോകേണ്ട സ്ഥലം ഷൊർണൂരാണ്. ഷൊർണൂർ ടൈപ്പ് ചെയ്തു. എൻ്റെ ഡേറ്റ് 19 ഡേറ്റ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് സെർച്ച് ചെയ്യുക. ഇതിൽ തന്നെ നമുക്ക് ട്രിപ്പ് ഗ്യാരണ്ടി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ട്രെയിൻ ടിക്കറ്റ് 99.9% കൺഫേം ആകും. ഇൻ കേസ് കൺഫേം ആയില്ലെങ്കിൽ നമുക്ക് ആ ടിക്കറ്റ് ഫെയറിന് 3 ടൈംസ് അവർ നമുക്ക് റീഫണ്ട് ചെയ്യുന്നതാവും ത്രൂ വൗച്ചർ. എനിക്ക് അനുഭവമുണ്ട്, എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഏതൊക്കെ ട്രെയിനാണെന്ന് ഇതിൽ കാണിക്കുന്നതാണ്. ഞാൻ ഓരോ ട്രെയിൻ നോക്കി പോവുക. അങ്ങനെ ഞാൻ വന്ദേ ഭാരത് കണ്ടു. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എത്താം. വന്ദേ ഭാരതിൽ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റാണ് 58. ഞാൻ ട്രിപ്പ് ഗ്യാരണ്ടി എന്ന ഓപ്ഷൻ താഴെ കാണുന്നില്ല എല്ലാവർക്കും. അത് ക്ലിക്ക് ചെയ്തു. അതിൽ ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റ് 58ആണ്. അതിൻ്റെ താഴെ ട്രിപ്പ് ഗ്യാരണ്ടി എന്ന ഓപ്ഷൻ കാണാം. ട്രിപ്പ് ഗ്യാരണ്ടി ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ IRCTC യൂസർ നെയിമും മറ്റു ഡീറ്റെയിൽസും അടിച്ചു കൊടുത്തു. പേരടിച്ചു കൊടുക്കുന്നു. ഏജ് അടിച്ചു കൊടുക്കുന്നു. ഏത് ജെൻഡർ അടിച്ചു കൊടുക്കുന്നു. സീറ്റ് പ്രിഫറൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. വന്ദേ ഭാരത് ഫുഡ് ഉള്ളതുകൊണ്ട് ഞാൻ നോൺ വെജ് ഫുഡ് സെലക്ട് ചെയ്യുന്നു. വെജോ നോൺ വെജോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നാഷണാലിറ്റി ഓൾറെഡി ആഡ് ആണ്. സേവ് ചെയ്യുന്നു. അതേമാതിരി വിൻഡോ വരും. എൻ്റെ പേര് ഓൾറെഡി നമ്മൾ സേവ് ചെയ്തുകൊണ്ട് തൊട്ട് താഴെ പോകുമ്പോൾ ആഡ് ട്രിപ്പ് ഗ്യാരണ്ടി ഫോർ 32% ഓപ്ഷൻ കാണും. അത് സ്ഥലത്തിനും ഡേറ്റിനും ദൂരത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എനിക്ക് 232 കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കൺഗ്രാജുലേഷൻസ്, ദ ട്രിപ്പ് ഗ്യാരണ്ടി അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞിട്ട് SMS വരും. എന്നിട്ട് നമ്മൾ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുന്നു. പേൻ ബുക്ക് ചെയ്യുന്നു. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം പേൻ ബുക്ക് ചെയ്യുന്നു. കാർഡോ ഗൂഗിൾ പേയോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കാർഡ് പേയ്മെൻറ്റാണ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വരും. ഞാൻ OTP അടിച്ചു കൊടുക്കുന്നു. സബ്മിറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി പ്ലീസ് വെയിറ്റ് എന്നൊരു ഓപ്ഷൻ കാണും. പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് ടിക്കറ്റ് ബുക്കിംഗ് കൺഫേം ആയിരിക്കുന്നതായിരിക്കും. ഇങ്ങനൊരു ഓപ്ഷൻ കൊടുക്കും. നമ്മുടെ പാസ്വേഡ് നമ്മൾ വൺ ടൈം ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷനുള്ള പാസ്വേഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്യാപ്സും അടിച്ചു കൊടുക്കുക. ആ ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം ഡൺ ഓപ്ഷൻ കൊടുക്കുക. കംപ്ലീറ്റ് ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയി. ട്രെയിൻ സമ്മറി വരുന്നുണ്ട്. വന്ദേ ഭാരത് 8:28 എറണാകുളം ടൗണിൽ നിന്ന് 10:02 ഷൊർണൂർ എത്തും. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.